പുരസ്കാരത്തിൻ്റെ സ്വഭാവവും അത് നൽകുന്ന സംഘടനയൊക്കെ പോട്ടെ, പുരസ്കാരത്തിൻ്റെ സ്വഭാവം ആ പേരിൽ നിന്ന് വ്യക്തമല്ലേ? വീർ സവർക്കർ എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷക്കാർ വിളിക്കുന്ന സവർക്കറുടെ പേരിലൊരു അവാർഡ് ഇദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അത് സവർക്കറുടെ രാഷ്ട്രീയ ഐഡിയോളജിയോട് എനിക്ക് എതിർപ്പാണുള്ളത് എന്നതുകൊണ്ട് ഞാനിത് ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറയേണ്ടുന്ന, വളരെ വ്യക്തമായിട്ടും പറയേണ്ടുന്ന ശശി തരൂർ അക്കാര്യം പറയുന്നേയില്ല. എന്തൊരു ഭീരുത്വം നിറഞ്ഞ നിലപാടാണിത്, എന്തൊരു കോമാളിത്തമാണിത് എന്നെനിക്ക് തോന്നിയതിൽ വല്ല സംശയമുണ്ടോ? അങ്ങനെ തള്ളിക്കളയാനുള്ള വല്ല കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്കിത് കോമാളിത്തമാകുന്നത്? വൈ ഐ ആം എ ഹിന്ദു എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ പുസ്തകമുണ്ട്. അതിൻ്റെ 2ാമത്തെ അധ്യായം പൊളിറ്റിക്കൽ ഹിന്ദുയിസം എന്നതാണ് 2ാമത്തെ ഭാഗം. ആ 2ാമത്തെ ഭാഗത്തിൽ ദി RSS ആൻഡ് സവർക്കർ എന്ന ഒരു പ്രത്യേക ഭാഗം തന്നെയുണ്ട്, ഒരു സബ് അധ്യായമുണ്ട് അതിനകത്ത്. ദി RSS ആൻഡ് സവർക്കർ, സവർക്കറെയും അയാളുടെ രാഷ്ട്രീയത്തെയും പരിചയപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെയും പരിചയപ്പെടുത്തുകയാണ് ഇതിനകത്താകെ. സവർക്കറുടെ ഹിന്ദുത്വം എന്ന ആശയം തന്നെ രാജ്യത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഉൾക്കൊള്ളാത്തതാണ് എന്ന് അദ്ദേഹം വിശദമായിട്ട് തന്നെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പ്രത്യേകമായിട്ട് സവർക്കറെക്കുറിച്ച് പറയുന്നൊരു കാര്യം, 1939 സവർക്കർ സാവിത്രി ദേവി എന്ന പേരിൽ എഴുതുമായിരുന്ന ഒരു സ്ത്രീയുടെ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം പറയേണ്ടത്. ഈ സാവിത്രി ദേവി യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരിയല്ല, അവർ വിദേശിയായിട്ടുള്ള ഒരാളാണ്. അവർ ഗ്രീക്ക്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് പേരുകളുള്ള ആളാണ്. അവരുടെ പേര് മാക്സിമിലിയാനി പോർത്താസ് എന്നാണ്. ഇന്ത്യൻ സംസ്കാരത്തോടും ഹിന്ദുയിസത്തോടൊക്കെ താല്പര്യം വന്നിട്ട് അവർ ഒരു ഇന്ത്യൻ പേര് സ്വീകരിച്ചിട്ട് സാവിത്രി ദേവി എന്ന പേരിൽ ഇന്ത്യയെപ്പറ്റിയും ഹിന്ദുത്വയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ എഴുതുന്ന ഒരാളാണ്. അവരുടെ പുസ്തകത്തിന് സവർക്കർ അവതാരിക എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്, ഈ ഒരു ഇൻസിഡൻ്റ് എടുത്തു വെച്ചിട്ടാണ് ശശി തരൂർ ആ പുസ്തകത്തിൽ സവർക്കറെ പരിചയപ്പെടുത്തുന്നത്.